സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി നിങ്ങളോട് വിശദീകരിച്ച് കഴിഞ്ഞു. ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് PM ശ്രീ ഒപ്പിട്ട സമയത്ത് ഇതുപോലൊരു ധർണാ സമരവുമായി SFI വരാതിരുന്നത്? ന്യായമായി ചിലർക്കെങ്കിലും തോന്നാൻ കഴിയുന്ന ഒരു ആശങ്കയും ചോദ്യവുമാണ്. എന്നാൽ ന്യായയുക്തിയാൽ ആ ചോദ്യം ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, PM ശ്രീ ഒപ്പിട്ടു എന്ന വിവരം ഈ കേരളത്തിനകത്ത് പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയുടെ നിലപാട് കേരളത്തിൽ SFI പ്രഖ്യാപിച്ചതാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചു എന്താണ് PM ശ്രീയിൽ SFI നിലപാട്. ആ വാർത്ത പുറത്തേക്ക് വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സഖാവ് V ശിവൻകുട്ടിയെ നേരിട്ട് കണ്ടത് SFIയുടെ സംസ്ഥാന ഭാരവാഹികളാണ്. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു പറഞ്ഞത്, ഈ പദ്ധതിയുമായി കേരളം സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നാണ്. ആശങ്കയുണ്ട് എന്ന് മാത്രമല്ല, ഈ പദ്ധതിയുമായി കേരളത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് അന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോട് നേരിട്ട് SFI ആവശ്യപ്പെട്ടതാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് തന്ന മറുപടി, അന്ന് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ പൊതുവായും മാധ്യമങ്ങൾക്കും വിദ്യാർത്ഥി സംഘടന നിലയിൽ SFIക്ക് നൽകിയ മറുപടി, ഒരു കാരണവശാലും PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി കേരളം മുന്നോട്ട് പോകില്ല എന്നാണ്. വിവാദങ്ങൾ, ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായി. വിവാദങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഒപ്പിടപ്പെട്ട MOU മരവിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് അപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെന്റും പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ SFI സ്വാഗതം ചെയ്തു. പ്രകടമായി SFI കേരളത്തിൽ സമരത്തിനിറങ്ങിയില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്നവരോട്, പ്രകടമായി കേരളത്തിലെ SFI അന്ന് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി സമരം ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട്, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ തന്നെ ആശങ്ക രേഖപ്പെടുത്തിയും അതുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടും ആ ആവശ്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് ഗവൺമെന്റിനോട് വിശദീകരിക്കാനും കേരളത്തിലെ SFI ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്, ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ആ ഗവൺമെന്റ് ആ പദ്ധതി മരവിപ്പിച്ചു. പിന്നെ എന്തിനാണ് ഒപ്പിട്ടത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. ചില മാധ്യമ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ PM ശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംബാസിഡർമാരും ചോദിക്കുന്നത്, ഒപ്പിടാനാണോ നിങ്ങൾ PM ശ്രീ മരവിപ്പിക്കാനാണോ നിങ്ങൾ PM ശ്രീ ഒപ്പിട്ടത് എന്നാണ്. ആ സുഹൃത്തുക്കളോട്, ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, 10ാം മാസമാണ് കേരളം PM ശ്രീയുടെ MOUയിൽ ഒപ്പിടുന്നതെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ 7ാം മാസം കഴിഞ്ഞ വർഷം 2025 ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ചോദ്യകർത്താവ് മറ്റാരുമായിരുന്നില്ല, കേരളത്തിലെ രാജ്യസഭാ അംഗമായ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ സഖാവ് A റഹീമാണ് ആ ചോദ്യം രാജ്യത്തിന്റെ പാർലമെന്റ് ഉന്നയിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിന് അവകാശപ്പെട്ട SSK ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഏതു മാധ്യമ സുഹൃത്ത് പരിശോധിച്ചാലും ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അന്ന് കേരളത്തിന്റെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാജ്യസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിൽ നൽകിയ ഉത്തരം, PM ശ്രീയിൽ ഒപ്പിട്ടാലേ SSK ഫണ്ട് ഞങ്ങൾ കൈമാറൂ എന്നാണ്. PM ശ്രീ എന്നത് NEP നടപ്പിലാക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റ് ആണെന്നും NEPയുടെ ഭാഗമായ എക്സംപ്ലർ സ്കൂളുകളെ തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളിൽ PM ശ്രീ നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന NEP നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന പദ്ധതിയാണെന്ന് നല്ല വൃത്തിയുള്ള ഭാഷയിൽ അന്ന് രാജ്യത്തിന്റെ പാർലമെന്റിൽ, രാജ്യത്തിന്റെ നിയമസഭ, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. ഇന്ന് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിച്ചിറങ്ങിയിരിക്കുന്നവർ, അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ആ പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന ഇന്നത്തെ യുക്തിരഹിതമായ ചോദ്യം ചോദിച്ചു നടക്കുന്നവർ, അന്ന് 7ാം മാസം രാജ്യത്തിന്റെ പാർലമെന്റിൽ അങ്ങനെ ഒരു മറുപടി പ്രത്യക്ഷപ്പെടുമ്പോ അതിനുശേഷം എപ്പോഴെങ്കിലും ആ മറുപടിയിലെ യുക്തിരാഹിത്യത്തെ, ഭരണഘടനാ വിരുദ്ധതയെ, ജനാധിപത്യ അവകാശത്തിന്റെ നിരാസത്തെ ചോദ്യം ചെയ്യുന്നത് മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 19 പേരെ ലോക്സഭയിലേക്ക് കേരളം തെരഞ്ഞെടുത്തയച്ചത് ആരുടെ പ്രവൃത്തികളെയാണ്? ഈ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം മുതൽ
കാസർഗോഡ് വരെയുള്ള 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് 19 പേരെ UDF-ന്റെ പ്രതിനിധികളെ ഈ കേരളത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചില്ലേ? ആ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഞങ്ങൾ വിനീതമായി ചോദിക്കുന്നു, 19 UDF-കാരെ ഈ കേരളത്തിൽ നിന്ന് നമ്മുടെ ശബ്ദമായി പാർലമെന്റിൽ ശബ്ദിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോ ആ 19 പേരിൽ ആരെങ്കിലും ഒരാൾ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ഈ നൽകിയിരിക്കുന്ന മറുപടി ഫെഡറൽ വ്യവസ്ഥക്കെതിരാണെന്നും ഈ മറുപടി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസത്തെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട RSS അജണ്ടയായ സെൻട്രലൈസേഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണിതെന്ന് പ്രസംഗിക്കുന്നത് നിഷ്കളങ്കരായ മനുഷ്യരെ, മാധ്യമപ്രവർത്തകരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ചില പാർലമെന്റ് മെമ്പർമാരുണ്ട്, നിങ്ങൾ കേൾക്കണം. തിരിഞ്ഞാൽ റീലാണ്, ചിരിച്ചാൽ റീല്, തിരിഞ്ഞാൽ റീല്, ഓടിയാൽ റീല്, നടന്നാൽ റീല്, കിടന്നാൽ റീല്, എവിടെയെങ്കിലും പകലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ റീല്, സർവത്ര റീലാണ്. റീലെടുത്തി നടക്കുന്ന ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MP-മാരിൽ ആരെങ്കിലും ഒരാൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ PM-ശ്രീക്കെതിരെ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയുന്നത് SSK ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു റീല് എന്തുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിയാതെ പോയത്? അപ്പൊ കിടക്കുമ്പോഴും ചിരിക്കുമ്പോഴും നടക്കുമ്പോഴും റീലെടുക്കുന്ന കേരളത്തിലെ ചില UDF-ന്റെ MP-മാർക്ക് PM-ശ്രീയുടെ ഭാഗമായി നടപ്പിലാക്കിയില്ലെങ്കിൽ SSK ഫണ്ട് തരില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ ഒരക്ഷരം മിണ്ടാനില്ലായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഫണ്ട് എന്ന് പറഞ്ഞ് UDF-കാർ കരയുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഞാനും നേരിട്ട് പങ്കെടുക്കുമ്പോഴാണ് 1421 കോടി രൂപ SSK ഫണ്ടിൽ ഉൾപ്പെട്ടത് കേരളത്തിന് തടഞ്ഞു വെച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അത് വിട്ടുകിട്ടാൻ അടിയന്തര നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതേ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്, ഈ നിസ്സാരമായ കോടിക്ക് വേണ്ടിയാണോ നിങ്ങൾ PM-ശ്രീയിൽ ഒപ്പിട്ടത് എന്നാണ്. അന്ന് നിസ്സാരമായ കോടിയായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ്. ഈ കേരളത്തിന് ലഭിക്കേണ്ട 1400-ൽ പരം കോടി രൂപ അന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിസ്സാരമായ കോടി രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതേ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതാവ് മുഖ്യമന്ത്രിയായപ്പോ ആ തുക ഒരു ഭാരിച്ച തുകയായി മാറുന്നത് എങ്ങനെയാണെന്ന് ആ പറഞ്ഞ മഹാൻ ഈ കേരളത്തോടൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? അന്ന് കേരളത്തിന് അർഹതപ്പെട്ടത് നമ്മുടെ SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് കൊടുക്കേണ്ടത്, ഉച്ചഭക്ഷണത്തിന് ഏട് കൊടുക്കേണ്ടത്, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ സഹായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുൾപ്പെടെയുള്ള തുക കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ, പ്രതികരിക്കാൻ, പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ KSU ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്താണ് SFI സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുത്ത ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർത്തത്. രാഷ്ട്രീയമായ ഒരുപാട് വൈര്യം കേരളത്തിലെ KSUമായി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ 35 സഖാക്കൾ കേരളത്തിൽ കൊലയപ്പെടുമ്പോൾ അതിലേതാണ്ട് 12 സഖാക്കളെ കേരളത്തിൽ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്തത് KSU-കാരാണ്. പക്ഷേ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചതിനെതിരെ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ കേരളത്തിൽ SFI വിളിച്ചു ചേർത്തപ്പോ KSU-വിനെയും SFI സ്വാഗതം ചെയ്തില്ലേ? അന്ന് ASF-ന്റെ സംസ്ഥാന സെക്രട്ടറി വന്നു, കേരള കോൺഗ്രസ് എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന ഭാഗമായി നേതാക്കന്മാർ വന്നു, വിവിധ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ആ SFI-യുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലേക്ക് എത്തിച്ചേർന്നു. അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. എന്തേ KSU-വിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ വേദിയിൽ വരാത്തതിൽ ഞങ്ങൾക്ക് പരിഭവമില്ല. പക്ഷേ ഇവിടുത്തെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെ ബാധിക്കുന്ന SSK ഫണ്ട് തടഞ്ഞു വെക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ കേരളത്തിന്, അവിടുത്തെ പ്രതിപക്ഷത്തിന്, KSU-വിന് കഴിയാതെ പോയത്. ഇന്ന് കോടികളെ പറ്റി പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക്, സ്വപ്നങ്ങളെ പറ്റി പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കണമെന്ന് ആശങ്കാജനകമായി പറയുന്ന മുഖ്യമന്ത്രിയുണ്ട് നമുക്ക്. എന്റെ പൊന്ന് മുഖ്യമന്ത്രി, നിങ്ങളോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, 1421 കോടി രൂപ ഈ കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് അത് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെച്ചപ്പോ ഇന്ന് 50ഉം 100ഉം കോടിക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ പദ്ധതി തയ്യാറാക്കുന്ന നിങ്ങൾ ഒരക്ഷരം കൊണ്ട് അന്നത്തെ കേന്ദ്രത്തെ വിമർശിക്കാൻ ഈ കേരളത്തിൽ എന്തുകൊണ്ട് രംഗത്ത് വന്നില്ല? അന്ന് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അന്ന് കേന്ദ്രം കേരളത്തോട് എന്ത് അവഗണന കാണിച്ചാലും നിങ്ങൾക്കത് ഇഷ്ടമായിരുന്നു.
ആര് ചത്താലും വേണ്ടതില്ല. ആ ചത്താൽ ആ ചാവുന്നതിൽ നിന്ന് ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് അന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇന്ന് കേരളത്തിന്റെ അധികാരത്തിലേക്ക് UDF എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഒരു മടിയുമില്ലാതെ അവർ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ PM3 നടപ്പിലാക്കും എന്ന്. പല വാർത്താ സമ്മേളനങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാക്കാണ് ഏറ്റവും പ്രധാനം എന്ന്. ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് യഥാർത്ഥ ദൈവത്തിന്റെ രൂപമാണെങ്കിൽ എങ്ങനെയാണ് മിസ്റ്റർ VD സതീശ നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന കസേരയിലിരുന്ന് ഇങ്ങനെ കള്ളം പറയാൻ കഴിയുന്നത്? വിഷമത്തോടെ പറയട്ടെ, വിമർശനത്തിന് വേണ്ടി പറയുകയല്ല. നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മുടെ കേരളത്തെ ഭരിക്കുന്നത് ഒരു പാത്തോളജിക്കൽ ലയറാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എങ്ങനെ വിദഗ്ധമായി കള്ളം പറയാമെന്നും ആ കള്ളം എങ്ങനെ ഫലിപ്പിക്കാമെന്നും അയാൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PM3 മരവിപ്പിച്ചതായി പേപ്പറില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു PM3 പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് കേരളത്തിലെ ഗവൺമെന്റ് വാങ്ങി. നിർഭാഗ്യവശാൽ അതിലും പിന്നീടൊരു ചോദ്യം അദ്ദേഹത്തിന് മുമ്പിൽ മുഴങ്ങിക്കേട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചു. ചവിട്ടുകൊട്ടയെ പറ്റിയും അറബിക്കടലിനെ പറ്റിയും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. എന്റെ പൊന്ന് ലീഗുകാരാ, CHന്റെ പേരിൽ ഈ കേരളത്തിൽ സ്കൂളുകളില്ലേ? മഹാനായ CHന്റെ പേര് നിങ്ങൾ ദേശീയ ആസ്ഥാനം പണിഞ്ഞപ്പോ ലീഗുകാരനിട്ടില്ല. പോട്ടെ, CHനെ നിങ്ങൾ മറന്നു എന്നും ഞങ്ങൾ വിമർശിക്കുന്നില്ല. പക്ഷേ CHന്റെ പേരിൽ ഈ കേരളത്തിൽ സ്കൂളുകളില്ലേ? ആ CHന്റെ പേരിലുള്ള സ്കൂളുകൾക്ക് മുന്നിൽ PM3 പദ്ധതിയുടെ ഭാഗമായി ബോർഡ് വെച്ച് PM3 സ്കൂൾ എന്ന് നാളെ വിളിക്കാൻ പോകുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ പോയി ഒരു വൈഡ് ആംഗിൾ സെൽഫി എടുക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും KM ഷാജിയും പോകുമോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടേക്ക് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്നു? 22 MLA-മാരുള്ള ലീഗിന്റെ സ്ഥിതി ഇന്ന് മുന്നണിക്കകത്ത് എന്താണ്? വിശദീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതിന്റെ അനുഭവം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തോടെന്ന് പറഞ്ഞത് ഇന്നും പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ നടപ്പിലാക്കാതെ മറ്റു നിർവാഹമില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു? ഇടതുപക്ഷ ഗവൺമെന്റ് PM3യുടെ ഭാഗമായി 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. ഇനി എങ്ങനെ ഈ നടപ്പിലാക്കാതിരിക്കും? ഒരു പാഴൂർ പടിയിലും പോയി പ്രശ്നം വെച്ച് VD സതീശ നിങ്ങൾ നോക്കേണ്ടതില്ല. ലീഗുകാരെ, നിങ്ങൾ പാണക്കാട് ഹൗസിൽ ഇരുന്ന് ഒരു ദിവസം മുഴുവൻ കമ്മിറ്റി കൂടി അത് ആലോചിക്കേണ്ട കാര്യവുമില്ല. സ്കൂളിന്റെ ലിസ്റ്റ് കൊടുക്കാതിരുന്നാൽ PM3 പദ്ധതി നടപ്പിലാവാൻ പോകുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു സ്കൂളിന്റെ ലിസ്റ്റും കേരളത്തിൽ കൊടുത്തിട്ടില്ല PM3 നടപ്പിലാക്കാൻ. PM3 സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂളിന്റെ ലിസ്റ്റ് പോലും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ഈ കേരളത്തിലെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു സ്കൂൾ പോലും PM3 നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഇനി സ്കൂളിന്റെ ലിസ്റ്റ് കൊടുത്താലേ കേരളത്തിൽ PM3 നടപ്പിലാകൂ. അപ്പോ നിങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് സ്കൂളിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഈ കേരളത്തിന്റെ സ്കൂളുകൾ PM3യുടെ എക്സംപ്ലർ സ്കൂളുകളായി മാറാൻ പോവുകയാണ്. നിങ്ങൾ പ്രത്യക്ഷത്തിൽ പണം വാങ്ങുകയും പരോക്ഷമായി സംഘപരിവാറിന്റെ പിന്തുണയും വാങ്ങി ഈ കേരളത്തിനകത്ത് ഭരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ നിങ്ങൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ അവസാന വരിയെ പറ്റി ഇവിടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചു. ആ വരിയിലെ ആദ്യത്തെ വാചകം നിങ്ങൾ പറയുന്നത് നമുക്ക് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണം, നമ്മുടെ ദിശ എങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കണമെന്നാണ്. നിർഭാഗ്യത്തോടെ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കട്ടെ, നിർഭാഗ്യവശാൽ ഈ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ ദിശ ഇന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് സംഘപരിവാരത്തിന്റെ ആലയിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ സംഘപരിവാരത്തിന്റെ ആലയിലേക്ക് നയിക്കപ്പെട്ടതാണ് ഇന്നത്തെ UDFന്റെ മന്ത്രിസഭ. ആ ആലയിലേക്ക് VD സതീശൻ UDFന്റെ പേര് അങ്ങനെ വലിയ ആവേശത്തിൽ
തെളിയിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരക്ഷരം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, രാജ്യത്തെ AICCക്ക് ഈ VD സതീശനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? KPCC പ്രസിഡന്റ് ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ആദ്യം തന്നെ ആ മഹാനുഭാവനെ VD സതീശൻ ഒതുക്കി ഒരു മൂലയിലേക്ക് ഇപ്പോ ഇരുത്തിയിരിക്കുകയാണ്. അളിയന്റെ നിയമനവുമായി പാവം സണ്ണി ജോസഫ് ചെന്നപ്പോ ആവേശത്തോടെയാണ് VD സതീശൻ വിളിച്ചിരുത്തി അളിയന്റെ നിയമനത്തിന്റെ ഫയലിൽ ഒപ്പിട്ട് കൊടുത്ത്. എന്നിട്ട് ഇതേ VD സതീശൻ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു, സണ്ണി ജോസഫ് ഒരു അളിയനെ നിയമിച്ചിട്ടുണ്ട് പോലും. നിയമന ഉത്തരവിൽ ഒപ്പിട്ട ആൾ മുഖ്യമന്ത്രിയാണ്. ആ നിയമന ഉത്തരവിൽ ഒപ്പിട്ട അതേ മുഖ്യമന്ത്രി സണ്ണി ജോസഫിനിട്ട് പണി കൊടുത്തിട്ട് അളിയന്റെ നിയമന വാർത്ത കേരളത്തിൽ പുറത്തേക്ക് വിട്ടു. അളിയന്റെ അളിയനാണ് അളിയ എന്ന് VD സതീശൻ കെട്ടിപ്പിടിച്ച് സണ്ണി ജോസഫിന് ഉമ്മ കൊടുത്ത ശേഷം പിന്നെ സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ക മ എന്ന രണ്ടക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. നൈസായി കേരളത്തിലെ KPCC പ്രസിഡന്റിനെ ഒതുക്കി ഒരു മൂലയിലേക്ക് ഇരുത്തി. ഇത്തരം നയപരമായ വിഷയങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നിലപാട് പറയേണ്ടടുത്ത് KPCC പ്രസിഡന്റ് മിണ്ടുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കണം, എന്തേ KPCC പ്രസിഡന്റ് PM3യിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും KPCC പ്രസിഡന്റ് അല്ലേ എന്ന്. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി പാവം പിടിച്ചവൻ, ആ പാവം പിടിച്ചവൻ മുഖ്യമന്ത്രിയാവുമെന്നറിഞ്ഞ് അദാനി വിലക്കെടുത്ത മാധ്യമ സംഘത്തെ കൊണ്ട് ഈ കേരളത്തിനകത്ത് KC വേണുഗോപാലിനെതിരെ നടത്താൻ കഴിയുന്ന എല്ലാ ദുഷ്പ്രചരണങ്ങളും നടത്തി നമ്പർ 1 സംഘപരിവാർ ഏജന്റാണ് KC വേണുഗോപാൽ എന്ന് കോൺഗ്രസ് പ്രൊഫൈലുകളെ കൊണ്ട് എഴുതിപ്പിച്ചത് VD സതീശനാണ്. ആ KC വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് PM3 നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ വിവരമൊന്നുമില്ല എന്നാണ്. AICCയുടെ കീഴിൽ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയും പറയണം. ആൻഡമാൻ നിക്കോബാറിൽ രാഹുൽ ഗാന്ധി പോയി അദാനിക്കെതിരെ സമരം നടത്തുകയാണ്. ഈ രാജ്യത്തെമ്പാടും അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുകയാണ്. ധവളപത്രത്തിലും അതോടൊപ്പം തന്നെ ബഡ്ജറ്റിലും അദാനിയെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിനകത്തെ കടൽ തീരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, കേരളത്തിന്റെ ഭൂമിയെ പതിച്ചു കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള നയപരമായ വ്യതിയാനങ്ങളിലേക്ക് UDF ഗവൺമെന്റ് പോകുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഈ കേരളത്തിന്റെ തെരുവോരത്തുണ്ടാവും. PM3 ഒപ്പിടാൻ തീരുമാനിച്ചപ്പോഴും നിലപാട് പ്രഖ്യാപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ആ നിലപാട് ഈ കേരളത്തിനകത്ത് PM3 നടപ്പിലാക്കരുത് എന്നാണ്. PM3 നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞാൽ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂൾ പോലും തെരഞ്ഞെടുക്കരുത് എന്നാണ്. പദ്ധതിയുടെ ഭാഗമായ ഒരു സ്കൂളിൽ പോലും PM3യും NEPയും നടപ്പിലാക്കരുത് എന്നാണ്. ആ പ്രഖ്യാപിതമായ നിലപാട് ഈ കേരളത്തിനകത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അസംഗീതമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാടിനെ പിൻപറ്റി അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ SFI നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഹൃദയാഭിവാദനം.